ഒരു 30 കിലോമീറ്റർ താണ്ടി ഈ വയലിൽ പീടികയിലേക്ക് ഒരു ചായ കുടിക്കാൻ വന്നതാണ്. ഇത് എൻ്റെ മാത്രം കാര്യമല്ല, ഒരുപാടധികം ആളുകൾ ഒരുപാട് ദേശത്ത് നിന്ന് വയലിൽ പീടികയിലേക്ക് ചായ കുടിക്കാൻ ഇങ്ങനെ വരുന്നുണ്ട്. വയലിൻ്റെ ഒത്ത നടുക്ക് ഒരു കുഞ്ഞു കട, പ്രത്യേകിച്ച് സവിശേഷതകളൊന്നുമില്ല. ഇവിടുത്തെ ഒരു ആംബിയൻസ് അത് പ്രതീക്ഷിച്ച് ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. ഇന്നിപ്പോൾ ഒരു അവധി ദിനം കൂടി ആയതുകൊണ്ട് ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വയലിൽ പീടികയ്ക്കകത്തേക്ക് പ്രവേശിക്കാം. എന്താണ് ഈ കടയിലെ പ്രത്യേകത എന്ന് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. സാധാരണ എണ്ണക്കടികൾക്കൊക്കെ ഒപ്പം പച്ചപ്പരിപ്പ് വട, അതാണ് ഈ കടയിലെ ബാലേട്ടന്റെ കടയിലെ ഒരു സ്പെഷ്യൽ. ഈ വയലിന്റെ നടുക്കൊരു കട തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിച്ചിരുന്നു ഒത്തിരി ആൾക്കാരും കൂടെ വരുന്നുള്ളത്? ഒരിക്കലും പ്രശ്നമില്ല. പ്രദേശത്തുള്ള പണിക്കാരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതാണ് ചെയ്തത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കയ്യിന്ന് പോയി. ഇതിപ്പോ വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. വരുന്നവർക്കൊക്കെ ഇഷ്ടമാണ്. ഞങ്ങളിപ്പോൾ അടുത്താണ് ഇതിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് സമയം കിട്ടിയത്. അങ്ങനെ വന്നതാ. ഇവിടെ അടുത്താ വീട്. അടിപൊളി ആംബിയൻസ്. എനിക്ക് തോന്നി ഈ ആംബിയൻസ് തന്നെയാണ് ഈ ഒരു സ്പോട്ടിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഈ വയലും പിന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഇപ്പം മഴക്കാലമായതുകൊണ്ടൊക്കെ അടിപൊളിയാണ്. കുറേ ദിവസമായി വരണം വിചാരിക്കുന്നത്. ഇന്നാണ് ഇപ്പോൾ അതിന് പറ്റിയത്. നല്ല ആംബിയൻസും അടിപൊളി ചായയും പരിപ്പാടി അടിപൊളിയാണ്. അടിപൊളി ചായ, അടിപൊളി പരിപ്പുവട. ഞങ്ങൾ വന്ന സമയത്തും ഇപ്പോഴും ഉള്ള ഒരു വ്യത്യാസം കണ്ടില്ലേ? കട നിറയെ ആളുകളായി, ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. കടയ്ക്ക് പുറത്തു നിന്നും ആളുകൾ ചായ കുടിച്ചും പച്ചപ്പരിപ്പോടെ കഴിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്.